നമസ്കാരം. പ്രാദേശിക വാർത്തകൾ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മാർവൽ ഏജൻസീസ് തൃശൂർ റോഡ്, ഇരിങ്ങാലക്കുട. ഇരിങ്ങാലക്കുടയിലെ സമ്പൂർണ്ണ ഡിജിറ്റൽ ഹബ് മൊമെന്റ് സൂപ്പർ ഷോപ്പിംഗ് ഡാന ഇരിങ്ങാലക്കുട. നിക്ഷേപങ്ങൾ തിരിച്ചു ലഭിക്കാൻ നടപടി ആവശ്യപ്പെട്ട് ITU ബാങ്കിന് മുൻപിൽ തിരുവോണ നാളിൽ നിക്ഷേപകരുടെ പട്ടിണി സമരം. ഇരിങ്ങാലക്കുട ITU ബാങ്കിലെ നിക്ഷേപം തിരിച്ചു ലഭിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഇടപെടൽ ആവശ്യപ്പെട്ടും ബാങ്കിലെ സാമ്പത്തിക ക്രമക്കേടുകൾ ED അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടും നിക്ഷേപകർ ITU ബാങ്കിന് മുൻപിൽ തിരുവോണ നാളിൽ പട്ടിണി സമരം നടത്തി. ITU ബാങ്ക് നിക്ഷേപക സംരക്ഷണ സമിതി സെക്രട്ടറി ലിയോ P. ആന്റോ, ട്രഷറർ TC സഞ്ജീവൻ എന്നിവർ നേതൃത്വം നൽകി. വിദേശത്ത് ജോലി ചെയ്തിട്ട് കിട്ടിയ കാശ് കൊണ്ടിങ്ങാട്ട് ഇവര് ബാങ്കിൽ ഇട്ടിട്ട് എനിക്ക് 2 പെൺകുട്ടികളാണ്. RBIന്റെ അണ്ടറിലാണ്. നിങ്ങൾക്ക് ഒരു കാര്യം പേടിക്കേണ്ട, കരുവന്നൂർ പൊളിഞ്ഞ പോലെ ഞങ്ങളുടെ ബാങ്ക് പൊളിയില്ല എന്ന് പറഞ്ഞാട്ട് മാനേജർമാർ പറഞ്ഞാണ് നമ്മളെടുത്ത്. എന്നിട്ട് കൊണ്ടിട്ടിട്ടാണ് ഞങ്ങൾ ഈ അവസ്ഥയിൽ ഇരിക്കുന്നത്. ഇപ്പം തിരുവോണ ദിവസം ഞങ്ങൾ പാളപ്ലേറ്റ് മേടിച്ച് തെണ്ടാണ് ഞങ്ങൾ. മനസ്സിലായ ഞങ്ങൾ വന്ന് ഇത്രയും ജനങ്ങൾ വന്ന് നിൽക്കണമെങ്കിൽ അവരുടെ കഷ്ടപ്പാടും വേദനയും ഒന്നും നമ്മൾ മനസ്സിലാക്കണം. ഈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആൻഡ് മാനേജേഴ്സ് സ്റ്റാഫ് അവർ കൃത്യമായിട്ട് ജനങ്ങളെ പറ്റിക്കുകയായിരുന്നു. 2026 ലാസ്റ്റ് ബാലൻസ് ഷീറ്റ് ഓഡിറ്റിംഗ് കഴിഞ്ഞ ബാലൻസ് ഷീറ്റ് നമ്മൾ നോക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് ഇതിൽ നടന്ന ഫുൾ കള്ളത്തരങ്ങൾ. അതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഇന്ന് പട്ടിണി സമരം, തിരുവോണത്തിൻ്റെ ദിവസം പട്ടിണി സമരം ഞങ്ങളിന്ന് ആഹ്വാനം ചെയ്ത്. ഇത്രയും ആൾക്കാർ വന്നിട്ടുണ്ടെങ്കിൽ അവരൊരു വേദന, വയസ്സായ ആൾക്കാരുണ്ട് ഇതിൽ, അവരുടെ മക്കൾക്ക് പഠനം, വിവാഹം, ചികിത്സ എല്ലാം മുടങ്ങിയവരുണ്ട്. കഷ്ടപ്പെട്ടുണ്ടാക്കി എനിക്ക് പിരിഞ്ഞു പോന്നപ്പോൾ കിട്ടിയ പൈസ ഇവിടെ റിസർവ് ബാങ്കിൻ്റെ കീഴിലാണ്, ഒരു കുഴപ്പമുണ്ടാവില്ല എന്നും പറഞ്ഞായിട്ടാണ് ഞാൻ വിശ്വാസത്തിലാണ് ഞാനിവിടെ കൊണ്ട് ഈ ബാങ്കിൽ കൊടകര ബ്രാഞ്ചിൽ കൊണ്ടിട്ട്. ഇപ്പോൾ എനിക്ക് 75 വയസ്സായി, 17 വർഷമായി ഞാൻ റിട്ടയറായിട്ട്. എനിക്ക് വേറെ ജീവിക്കാനോ ഒരു മാർഗമില്ല. ഗവൺമെൻറ് കോടതിയും പറഞ്ഞേക്കണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗവൺമെൻറ് എന്തിനാ ജനങ്ങളുടെ സ്വത്തിനും ജീവനും സംരക്ഷണം നൽകാനാണ് ഗവൺമെൻറ്. ഇത് സ്വത്തിന് നമ്മൾ കഷ്ടപ്പെട്ട് ഇത്ര കാലം ഉണ്ടാക്കി 75 വയസ്സ് വരെ നമ്മൾ പണിയെടുത്ത് വേർപ്പ് പിടിഞ്ഞ കാശിന് ആ സ്വത്തിന് സംരക്ഷണം തരാനായിട്ട് ഇവിടുത്തെ ഗവൺമെൻറ്റിന് സാധിക്കുന്നില്ല. ഞങ്ങൾക്ക് ആഘോഷിക്കാനായിട്ട് ഞങ്ങൾക്ക് പൈസ ഇല്ല, ഞങ്ങളുടെ മക്കളെ പഠിപ്പിക്കാനുള്ള പൈസ ഇല്ല. പാവപ്പെട്ടവരായ എല്ലാവരുമാണ് ഇങ്ങനെ നിറഞ്ഞിരിക്കണേ. പ്രായമായവർക്ക്, വൃദ്ധരായവർക്കൊക്കെ ഞങ്ങളുടെ പൈസയൊക്കെ ഇവിടെ കിടക്കുന്നുണ്ട്. അവർ ഈ ഇതിൻ്റെ ഇൻട്രസ്റ്റ് കിട്ടിയിട്ട് ജീവിക്കുന്നവരാ. അവർക്കൊന്നും പൈസ ഇല്ല ഓണാഘോഷിക്കാനായിട്ട്. ഞങ്ങളിതേ തെരുവിൽ ഇതേ ചട്ടിയായിട്ട് പിടിച്ച് നിൽക്കുകയാണ്. മന്ത്രിമാർ, ഏത് മന്ത്രിമാർക്ക് എല്ലാവർക്കും ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട്. പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ ഏത് ഇവിടുത്തെ ഉണ്ണിയാടനാണെങ്കിലും എല്ലാവർക്കും ഓരോന്നും ഞാൻ പേരെണ്ണി പറയേണ്ട കാര്യത്തില്ല. എല്ലാവർക്കും നമ്മൾ പരാതി കൊടുത്തിട്ടുണ്ട്. പക്ഷെ ആരും തന്നെ ഞങ്ങളുടെ പരാതികൾ ഒന്ന് സ്വീകരിച്ചിട്ടുണ്ട്. ഒന്നിനും അനുകൂലമായ മറുപടി ഒന്നും ഇതുവരെ ഞങ്ങൾക്ക് തന്നിട്ടില്ല. നമ്മൾ തുടക്കത്തിലൊന്നും വിചാരിച്ചിരുന്നില്ല, ഇപ്പോൾ കിട്ടുമെന്നാണ് നമ്മൾ ധരിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെയാണ് പറഞ്ഞ് പറത്തിയിട്ടുണ്ടായിരുന്നത്. അതായത് നമ്മുടെ മുൻ പ്രസിഡന്റ്, അതായത് മാനേജിംഗ് കമ്മിറ്റിയുടെ മുൻ പ്രസിഡന്റ് MP ജാക്സണും മാനേജിംഗ് കമ്മിറ്റിയും തെറ്റായ പ്രചരണമാണ് നടത്തിയിരുന്നത്. അത് പത്രസമ്മേളനം വിളിച്ചിട്ട് അവർ പല രീതിയിലും പറഞ്ഞിരുന്നു, നാളെ കിട്ടും, മറ്റന്നാൾ കിട്ടും, അത് നിങ്ങളുടെ പൈസ കിട്ടും എന്നുള്ള രീതിയിലാണ് അവർ പ്രചരണം നടത്തിയിരുന്നത്. അപ്പോൾ ഞങ്ങളെല്ലാ ഡെപ്പോസിറ്റേഴ്സും അത് വിശ്വസിച്ചിരുന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ കാത്തിങ്ങനെ പോയി, 1 വർഷമായിട്ടും കിട്ടുന്നില്ല. അപ്പോഴാണ് ഈ പ്രതികരണവും നമ്മുടെ ഒരു കൂട്ടായ്മയും രൂപീകരിച്ചത്. ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിലെ സാമൂഹ്യ സന്നദ്ധ സംഘടനയായ തവനീഷിന്റെ നേതൃത്വത്തിൽ വീൽചെയർ ഉപയോക്താക്കൾക്കായി ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. ഓൾ കേരള വീൽചെയർ റൈറ്റ്സ് ഫെഡറേഷൻ, തൃശൂർ പീപ്പിൾസ് ഫൗണ്ടേഷൻ എന്നിവയുടെ സഹകരണത്തോടെ സംഘടിപ്പിച്ച ഓണാഘോഷ പരിപാടിയിൽ അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ MLA അധ്യക്ഷത വഹിച്ചു. ക്രൈസ്റ്റ് കോളേജ് പ്രിൻസിപ്പൽ ഫാദർ ഡോക്ടർ ജോളി ആൻഡ്രൂസ് മുഖ്യപ്രഭാഷണം നടത്തി. അസോസിയേഷൻ കാണിച്ച ആ ഒരു നല്ല സമീപനവും നല്ല ഓർഗനൈസേഷൻ എബിലിറ്റി, അതോടൊപ്പം തന്നെ തവനീഷ് എന്ന മാതൃകപരമായ സംഘടന അനേക വർഷങ്ങളായി ക്രൈസ്റ്റ് കോളേജിൽ സേവനനിരതമായിട്ടുള്ള പ്രവർത്തനത്തിലൂടെ മുന്നോട്ട് പോകുന്ന ഈ മികച്ച ഓർഗനൈസേഷൻ ഒരുമിച്ച് ചേർന്ന് നമ്മുടെ ക്രൈസ്റ്റ് കോളേജിൻ്റെ മഹനീയമായ ഓഡിറ്റോറിയത്തിൽ ഓണാഘോഷം സംഘടിപ്പിക്കുന്നത് കാണുമ്പോൾ എങ്ങനെയാണ് നിങ്ങൾ അഭിനന്ദിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. അത്രമാത്രം മനസ്സിൽ ഏറെ സന്തോഷമുണ്ട്. ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പോരായ്മ
നമ്മുടെ ജീവിതത്തിലുള്ള സന്തോഷത്തെയും ജീവിതത്തിൽ ഉയരങ്ങളിലേക്ക് പോകാനുള്ള നല്ല മനസ്സിനും ഒരിക്കലും തടസ്സമാകില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് നിങ്ങൾ മുന്നോട്ട് നീങ്ങുന്നത്. നിങ്ങളെ ശാരീരികമായിട്ട് അല്പം തടസ്സമുണ്ടായാൽ അതൊന്നും ഞങ്ങളുടെ മനസ്സിനെ ബാധിക്കില്ല. ഞങ്ങൾ മറ്റുള്ളവർക്ക് മാതൃകയായി വളരെ സന്തോഷത്തോടെ ജീവിക്കും. ചെയ്യാൻ കഴിയാവുന്ന പരമാവധി കാര്യങ്ങൾ ഞങ്ങളുടെ ബുദ്ധിശക്തി ഉപയോഗിച്ച് ഞങ്ങൾ ചെയ്യും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഒട്ടനവധി കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ട്. അവിട്ടത്തൂർ LBSM ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ച ഓണാഘോഷ പരിപാടികൾ വെളുകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ ഉണ്ണികൃഷ്ണൻ, ജില്ലാ പഞ്ചായത്ത് അംഗം ജോസ് ജെ ചിറ്റിലപ്പള്ളി എന്നിവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് ജോസഫ് അക്കരക്കാരൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മുരിയാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സരള വിക്രമൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ശ്രീഷ്മ സലീഷ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ CS ഓമനക്കുട്ടൻ, ബിന്ദു സതീശൻ, വിദ്യ നെഹ്റു, സ്കൂൾ മാനേജർ AC സുരേഷ്, പ്രിൻസിപ്പൽ ഡോക്ടർ AV രാജേഷ്, പ്രധാന അധ്യാപിക NS രജനിശ്രീ എന്നിവർ പങ്കെടുത്തു. മലയാള ചുണ്ടിൽ മലരോണ പാട്ട് തിരുവാവണിരാവ് മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണ പാട്ട് മാവിൻ കൊമ്പേറുന്നൊരു പൂവാലിക്കുയിലേ മാവേലി തമ്പ്രാന്റെ വരവായ ചൊല്ല് ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. ഏവർക്കും സിറ്റി ന്യൂസിന്റെ തിരുവോണ ദിനാശംസകൾ.